ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേന്ദ്ര മുഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മുസ്തഫൽ ഫൈസി AP വിഭാഗത്തിനൊപ്പം മർക്കസ് നോളജ് സിറ്റി സന്ദർശിച്ച മുസ്തഫൽ ഫൈസിയെ കാന്തപുരത്തിന്റെ മകൻ ഹക്കീം അസ്ഹരി സ്വീകരിച്ചു. മർക്കസിൽ അധ്യാപനം നടത്താനും AP വിഭാഗം മുസ്തഫൽ ഫൈസിയെ ക്ഷണിച്ചിട്ടുണ്ട്. VS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, വിവാദങ്ങൾക്ക് പിന്നാലെ ഇതാ മുസ്തഫൽ ഫൈസി AP വിഭാഗത്തിനൊപ്പം എത്തുകയാണ്. മർക്കസ് നോളജ് സിറ്റി നേരിട്ട് എത്തിയിരിക്കുന്നു മുസ്തഫൽ ഫൈസി എന്നതാണ്. ഇതിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം? വിനിത, സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കത്തിൽ ലീഗ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് സസ്പെൻഷനിലായിരുന്ന മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ മുഷാവറ യോഗം മുസ്തഫൽ ഫൈസിയുടെ വിശദീകരണം പരിശോധിച്ചെങ്കിലും മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാൻ കൂട്ടാക്കിയില്ല. പുതിയ 6 അംഗങ്ങളെ സമസ്ത മുഷാവറയിൽ എടുത്തിട്ടും മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുന്ന കാര്യം മാത്രം സമസ്ത പരിഗണിച്ചില്ല. വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതായിരുന്നു സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം പറഞ്ഞ്. ഇതിന് പിന്നാലെയാണിപ്പോൾ മുസ്തഫൽ ഫൈസി മർക്കസ് നോളജ് സിറ്റിയിൽ എത്തുകയും AP വിഭാഗവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുള്ളത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം മായി ചർച്ച നടത്തുകയും അതുമാത്രമല്ല മർക്കസിൽ പഠിപ്പിക്കാൻ ഈ പണ്ഡിതനെ അവർ ക്ഷണിക്കുകയും ചെയ്തു. മർക്കസിലെ മതപഠനശാലയിൽ മർക്കസിൽ പഠിപ്പിക്കാനായി മുസ്തഫൽ ഫൈസിയെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ക്ഷണം മുസ്തഫൽ ഫൈസി സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വരും ദിവസങ്ങളിൽ മർക്കസിൽ പഠിപ്പിക്കാൻ അധ്യാപനത്തിന് വേണ്ടി എത്തുമെന്ന് അറിയുന്നു. അങ്ങനെ AP വിഭാഗവുമായി സഹകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മുസ്തഫൽ ഫൈസി പോവുകയാണ്. സമസ്തയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമോ അല്ലെങ്കിൽ സമസ്ത സസ്പെൻഷനിൽ ആ തീരുമാനത്തിൽ എന്തെങ്കിലും പുനർവിചിന്തനം നടത്തുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും മുസ്തഫൽ ഫൈസി AP വിഭാഗത്തോട് അടുക്കുന്നു എന്നുള്ളതാണ് നോളജ് സിറ്റി സന്ദർശനവും അതുപോലെ തന്നെ മർക്കസിലെ അധ്യാപനത്തിന് പോകാനുള്ള തീരുമാനവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. രഞ്ജിത്ത്, ഇതോടുകൂടി ഈ പറഞ്ഞതുപോലെയുള്ള തർക്കങ്ങൾക്കൊരു പരിഹാരം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തുമോ, അതോ ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീണ്ടും മുറുകുമെന്നാണോ കരുതേണ്ടത്? തീർച്ചയായിട്ടും തർക്കം മുറുകും. സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ പിടിവാശി, അത് ലീഗ് അനുകൂല വിഭാഗത്തിനെതിരായിട്ടുള്ള നിലപാടൊക്കെയാണ്. മുസ്തഫൽ ഫൈസിയെ സസ്പെൻഷൻ തിരിച്ചെടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം സസ്പെൻഷനിൽ നിന്ന് മുസ്തഫൽ ഫൈസി ചെയ്തിട്ടുള്ള കുറ്റമെന്ന് പറയുന്ന അദ്ദേഹം ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനം നടത്തിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തിയെന്നുള്ളതാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പേരൊന്നും അതിൽ പരാമർശിച്ചിട്ടില്ല. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പരാമർശം ആ പ്രസംഗത്തിൽ അത് വ്യംഗ്യമായി ഉണ്ടായി എന്നുള്ളതാണ്. അതിന്റെ പേരിലായിരുന്നു മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തത്. അത് ദീർഘകാലമായി സസ്പെൻഷനിലായിരുന്നു. പല മുഷാവറകളിലും അത് ചർച്ചയ്ക്ക് പോലും എടുത്തില്ല. പിന്നീട് ലീഗുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലാണ് മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കാൻ വേണ്ടി ഒരു തീരുമാനത്തിലെത്തിയത്. അതിന്റെ ഭാഗമായി മുസ്തഫൽ ഫൈസിയോട് വിശദീകരണം ചോദിച്ചു. ആ വിശദീകരണം കഴിഞ്ഞ മുഷാവറ യോഗം ചർച്ച ചെയ്തെങ്കിലും ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് മുസ്തഫൽ ഫൈസിയുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യം മാറ്റിവെക്കുകയായിരുന്നു. അപ്പോൾ ഈ സസ്പെൻഷൻ നടപടി ദീർഘകാലമായി നീണ്ടുപോകുന്നത് സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മുസ്തഫൽ ഫൈസി കൂടി സമസ്തയോട് തെറ്റിപ്പിരിഞ്ഞു പോകുമ്പോൾ ആ തർക്കം രൂക്ഷമാവുക മാത്രമേ ചെയ്യൂ. അതാണ് VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.